വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. കൂറ്റനാട് കലവറയുടെ 7ാം വാർഷികവും ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വായനശാലയുടെ വാർഷികവും മെയ് 8, 9, 10 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉർവി എന്ന പേരിലാണ് കാർഷിക കലയുത്സവം നടത്തുന്നത്. ഇതോടനുബന്ധിച്ച് ഫിലിം ഫെസ്റ്റിവലും ഉണ്ടായിരിക്കും. ക്യാമ്പ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. 9 വിദ്യാലയങ്ങളിൽ നിന്ന് 22 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശിക കലാകാരന്മാരുടെ 6 സിനിമകൾ ഏപ്രിൽ 30, മെയ് 2, 3, 6, 7 എന്നീ തീയതികളിൽ പ്രദർശിപ്പിക്കും. 2024 മികച്ച നടിക്കും നവാഗത സംവിധായകനുമുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ തടവാണ് ആദ്യ ചിത്രം. രാമദാസ് കടവലൂരിന്റെ 3ാമത്തെ ചിത്രമായ സത്യപുല്ല് മെയ് 2 പ്രദർശിപ്പിക്കും. മെയ് 3 ആറങ്ങോട്ടുകര MG ശശി സംവിധാനം ചെയ്ത ഇടിമുഴങ്ങിയത് ആർക്കുവേണ്ടി എന്ന ചിത്രം സ്ക്രീനിലെത്തും. മെയ് 6 ആദിത്യ ബേബി സംവിധാനം ചെയ്ത ആംബ്രോസിയ എന്ന ഫീച്ചർ ഫിലിം പ്രദർശിപ്പിക്കും. 7 സൂരജ് ദേവ് സംവിധാനം ചെയ്ത 90കളുടെ വസന്തങ്ങൾ, ജിഷ്ണു കെ മനോജ് സംവിധാനം ചെയ്ത ക്രോസ് സെക്ഷൻ എന്നീ സിനിമകളും പ്രദർശിപ്പിക്കും. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:30 പ്രദർശനമുണ്ടായിരിക്കുക. മെയ് 8 4 മണിക്ക് കലയുത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര നടക്കും. പെരിങ്ങോട് സ്കൂൾ പഞ്ചവാദി സംഘം ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും. 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിക്കും. നാടൻപാട്ടുകൾ, കോൽക്കളി, ഗ്രൂപ്പ് ഡാൻസ്, മാപ്പിളപ്പാട്ട്, തിരുവാതിരക്കളി, ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ നാടകം എന്നിവയും അരങ്ങേറും. മെയ് 9 ശനിയാഴ്ച രാവിലെ 9 മുതൽ ഭിന്നശേഷി സൗഹൃദ സമ്മേളനം നടക്കും. മെയ് 10 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ രോഗം തരാത്ത ഭക്ഷണം പാചക പരിശീലനം നടക്കും. ഉച്ചയ്ക്ക് പ്രകൃതി സദ്യയുമുണ്ടായിരിക്കും. വൈകിട്ട് 5:30 സമാപന സമ്മേളനം നടക്കുമെന്നും സംഘാടകരായ കലവറ ചെയർമാൻ CS ഗോപാലൻ, കലവറ വായനശാല പ്രസിഡന്റ് M രഘുനാഥൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ അരുൺലാൽ എന്നിവർ പറഞ്ഞു. ഈ ഫെസ്റ്റിവലിന്റെ കലവറയുടെ വാർഷിക ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികളുടെ നാടക ക്യാമ്പ്, അതുപോലെ തന്നെ അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന നാടകവും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുട്ടി, ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി ഒരു നാടക ക്യാമ്പിലേക്ക് വരുന്നു, അവരുടെ ഒരു അവതരണം രൂപപ്പെടുത്തുന്നു, അത് അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവസാന ദിവസം അത് കാണാൻ വേണ്ടി വരുന്നത് അവരുടെ രക്ഷിതാക്കള്, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാവൻ, അമ്മായി എല്ലാം ചേർന്ന ഒരു ഫാമിലി മൊത്തം ആ കുട്ടിയുടെ ഒപ്പം ആ സ്ഥലത്ത് നാടകം കാണാൻ വരികയും ഈ കുട്ടിയുടെ അവതരണം കാണുകയും അങ്ങനെ ഒരു സമൂഹത്തില് ഈ കുട്ടികളുടെ നാടകവേദി എങ്ങനെയാണ് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് മുന്നേറ്റത്തിനൊക്കെ ഉപയോഗപ്രദമാവുന്നത്, ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനൊക്കെയുള്ള ഒരു ഉദാഹരണമാണ്. കാരണം കുറച്ചു കാലം ഞങ്ങളത് നിരന്തരം ചെയ്തിട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ വരും. അപ്പൊ ഈ കുട്ടികളിലൂടെ എങ്ങനെയാണ് കുറച്ചുകൂടി സമൂഹത്തിലെ ഒരു സാംസ്കാരിക കലാപരമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. റൈറ്റ് വിഷൻ ന്യൂസ്, കൂറ്റനാട്. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.